2025 ജനുവരി മാസം 9 തിരുവനന്തപുരം വഴിമുക്കെന്ന സ്ഥലം. അവിടെയുള്ള ജനങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ ദിനചര്യ ചെയ്യാനായി വീടിന് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് 78 വയസ്സുകാരനായ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്നയാൾ സമാധിയായി എന്ന പോസ്റ്റർ നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഗോപൻ സ്വാമിയുടെ വീടിന് മുൻപിൽ തടിച്ചുകൂടാൻ തുടങ്ങി. ഇന്നലെ വരെയും യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന വ്യക്തി പെട്ടെന്ന് മരിച്ചോ? അല്ല, സമാധിയായെന്നോ? അതെങ്ങനെ സാധിക്കും? ഇതൊക്കെ സത്യമാണോ? സത്യത്തിൽ അയാൾ മരിച്ചതാണോ അതോ കൊന്നതാണോ? ഇനി മരിക്കാതെ അയാളെ സമാധിയാക്കിയതാണോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ നാട്ടുകാർക്കിടയിൽ വരാൻ തുടങ്ങി. ഈ വിവരം പുറത്തറിഞ്ഞതോടുകൂടി ദുരൂഹത ആരോപിച്ച് ഈ നാട്ടുകാർ തന്നെ രംഗത്തെത്താൻ തുടങ്ങി. ഇതിനിടയിൽ അയൽവാസികളിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റും കൊടുത്തു. ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസും കേസെടുത്തു, FIR ഫയൽ ചെയ്തു. പിന്നീട് സംഭവിച്ചത് ചരിത്രത്തിൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത മനോവൈകല്യത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അരാജകത്വത്തിന്റെയും നാടകീയ രംഗങ്ങളായിരുന്നു. ഗോപൻ സ്വാമി പണ്ടറിയപ്പെട്ടിരുന്നത് മണിയൻ എന്നായിരുന്നു. സാധാരണക്കാരനായ ഒരു നെയ്ത്ത് തൊഴിലാളി. പിന്നീട് അയാൾ അവിടെ നിന്നും സ്ഥലം മാറി ആറാലമ്മൂട് ചന്തയിലെ ഒരു ചുമട്ട് തൊഴിലാളിയായി ആ മാർക്കറ്റിൽ തന്നെ ജോലിയെടുത്തു. പിന്നീടാണ് ഇദ്ദേഹത്തിന് ഒരു ആത്മീയ വെളിപാടുണ്ടാകുന്നത്. വെളിപാടുണ്ടായി സ്വാമിയാണെന്ന് പറഞ്ഞ് സ്വയം ജീവിക്കാൻ തുടങ്ങി. ഗോപൻ സ്വാമിക്ക് ഇതിനിടയിൽ 3 മക്കളും ഉണ്ടായി. ആദ്യത്തെയാൾ മരിച്ചുപോയി. ഇളയനായ രാജശേഖരൻ എന്നയാളാണ് ഈ ഗോപൻ സ്വാമിയുടെ രീതികളും വരവും വ്രതവും ഒക്കെ പിന്തുടർച്ചയായി കിട്ടിയിരുന്നയാൾ. പൂജാരിയായി സ്വയമേ മാറിയ ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. ഈ ആത്മീയ കാര്യങ്ങളിൽ ഭാര്യയും മക്കളുമൊക്കെ അനുമതി നൽകിയിരുന്നു. സ്വന്തമായി ഒരു ആശ്രമമുണ്ട്. വീടോട് ചേർന്ന് ഒരു ക്ഷേത്രമൊക്കെ നിർമ്മിച്ച് ഗോപൻ സ്വാമിയും വീട്ടുകാരും അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഗോപൻ സ്വാമി രോഗബാധിതനാകുന്നു. അയാൾക്കില്ലാത്ത രോഗമൊന്നും ഇല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പാറശാല ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകാറുണ്ട്. ഒരാഴ്ചയ്ക്ക് മുൻപ് താൻ സമാധിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പൂജയൊക്കെ കഴിഞ്ഞ് ഷുഗറിനായിട്ടുള്ള മരുന്നും കഴിച്ച് ഭക്ഷണവും കഴിച്ച് ഒരു സ്ഥലത്തേക്ക് പോയി ഇരുന്നു എന്നും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഗോപൻ സ്വാമി മരിച്ചുവെന്നും വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തെ കല്ലറയിൽ സമാധിയായി ഇരുത്തിയെന്നുമാണ് ഈ ഭാര്യയും മക്കളും പറയുന്നത്. പക്ഷേ അത് ഒരു മരണമാണെന്ന് അവർ സമ്മതിക്കുന്നില്ല. മരിച്ചിട്ടില്ല, സമാധിയായി എന്നാണ് പറയുന്നത്. താൻ ഇത്ര മണിക്ക് സമാധിയാകുമെന്നും സമാധിയാകുന്ന സമയം ആരും അത് കാണാൻ പാടില്ല എന്നും പഠിപ്പിച്ചു തന്ന എല്ലാ പൂജാ കർമ്മങ്ങളും യഥാക്രമം ചെയ്യണമെന്ന് അച്ഛൻ തന്നോട് ആജ്ഞാപിച്ചതായും മകൻ പറയുന്നു. അടുത്ത് മകൻ പറഞ്ഞ ഒരു കാര്യം, അച്ഛൻ എന്തായാലും സമാധിയായി, സ്വാമിയായി. ഇനി ജനങ്ങളെല്ലാം ഇവിടെ ഒഴുകിയെത്തും, ഇവിടെ ഒരു വലിയ അമ്പലമായി മാറും. ഇതായിരുന്നു മകൻ പറഞ്ഞത്. എത്ര തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കൂട്ടം ആളുകൾ ഗോപൻ എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമാധിയാണെന്ന് അവകാശപ്പെടുകയും ഗോപൻ സ്വാമിയുടെ മൃതദേഹം രഹസ്യമായി മക്കൾ സംസ്കരിച്ചുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം പോലീസുകാർക്ക് ഇതൊരു മിസ്സിംഗ് കേസാണ്. അതിനാൽ പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി കളക്ടറുടെ അനുമതിയോടുകൂടി ആ കല്ലറ പൊളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഭാര്യയും ബന്ധുക്കളും സമ്മതിച്ചില്ല. ആ കല്ലറയ്ക്ക് മുൻപിലിരുന്ന് അവർ കരയാനും പ്രതിഷേധിക്കാനും തുടങ്ങി. പോലീസ് പല രീതിയിൽ അവിടെ നിന്നും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ വളരെ നാടകീയ രംഗങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. അവിടെയുള്ള ജനങ്ങൾ തന്നെ 2 വിഭാഗമായി തിരിയാൻ തുടങ്ങി. ഒരു ഭാഗം കല്ലറ പൊളിക്കാൻ ആവശ്യപ്പെട്ടു, ദുരൂഹത നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. മറുഭാഗം ഇത് പൊളിക്കാൻ പാടില്ല, ആചാരവും വിശ്വാസപരമായ ഒരു കാര്യമാണിത്, അവരുടെ വിശ്വാസത്തെ മാനിച്ച് ഒരിക്കലും ഇത് പൊളിക്കാൻ പാടില്ല എന്ന് ഈ ഒരു വിഭാഗം പറയുന്നു. അങ്ങനെ ഇതൊരു തർക്കമാവുകയും വാക്കേറ്റമാകും എന്ന അവസ്ഥയിൽ പോലീസ് ഈ നാട്ടുകാരെ എല്ലാം പുറത്താക്കി ഗേറ്റ് അടച്ചു. പോലീസ് മാറാൻ ആവശ്യപ്പെട്ടു എന്നുണ്ടെങ്കിലും ആ കല്ലറയ്ക്ക് മുൻപിലുണ്ടായിരുന്ന മകനും ഭാര്യയും മക്കളും ഒന്നും അവിടെ നിന്ന് മാറിയതേയില്ല. തങ്ങളുടെ മരണശേഷം മാത്രമേ ഇവിടെ നിന്ന് മാറൂ എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിന്നു. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് പൊളിക്കാനുള്ള നടപടികളെല്ലാം തുടങ്ങി. എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി പൊളിക്കാനായി ഒരുങ്ങുന്ന സമയത്തായിരുന്നു ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വക്കീലന്മാർ അകത്തേക്ക് വന്നത്. അവരുടെ ഭാഗവും നിങ്ങൾ കേൾക്കണം. അത് സ്വാഭാവികമായ നീതിയാണ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് വാദിഭാഗവും പ്രതിഭാഗവും കേൾക്കണം. ഇപ്പൊ ഇത് കേട്ട കളക്ടറും പോലീസും പല ചർച്ചകൾ നടത്തി. പിന്നീട് ആ പൊളിക്കൽ നടപടി താൽക്കാലികമായി നിർത്തിവെച്ചു. അടുത്ത് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഗോപൻ സ്വാമി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് വീട്ടുകാർ അനുവദിക്കട്ടെ. പക്ഷേ
ഗോപൻ സ്വാമി ഒരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യന് മരണം സംഭവിക്കുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ മരണം ദുരൂഹമാണ്. അങ്ങനെയെങ്കിൽ അത് ദുരൂഹ മരണം എന്ന നിലയിൽ അന്വേഷിക്കണം, മരണകാരണം കണ്ടെത്തണം. മരിക്കുന്നതിന് മുൻപാണ് അയാളെ അവിടെ പിടിച്ച് ഇരുത്തിയതെങ്കിലോ, ഒരു പക്ഷെ അത് കൊലപാതകമാണെങ്കിലോ, ഇനി അദ്ദേഹം ജീവനോടുകൂടി അതിനുള്ളിൽ ഉണ്ടെങ്കിലോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും വരുന്നത്. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ പോലീസ് അവിടെ നിന്ന് പൊളിക്കേണ്ടതായിരുന്നു. ഇത്ര ദിവസമായിട്ടും പോലീസ് എന്തുകൊണ്ടത് പൊളിക്കുന്നില്ല? ഇതിലൂടെ അയാളെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നില്ലേ? ഒരു പക്ഷെ അയാളെ ജീവനോടെ അവിടെ ഇരുത്തി കല്ലറ പണിതാണെങ്കിലോ? അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലല്ലോ. ഇവിടെ ഗോപൻ സ്വാമിയുടെ ഭാര്യ പറഞ്ഞ വാക്കുകളാണ് പ്രസക്തമാകുന്നത്. മകൻ ഓടി വന്ന് പറഞ്ഞു അച്ഛനെ സമാധിയാക്കിയെന്ന്. അത് കേട്ട് ഞാൻ നിലവിളിച്ചു. അപ്പോ മകൻ എന്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അമ്മ നിലവിളിച്ച് ആളെ കൂട്ടരുത്, ആരെങ്കിലും അറിയും മുന്നേ അച്ഛനെ സമാധിയിലിരുത്തി സ്ലാബിട്ട് മൂടണമെന്ന്. ഇതിലൂടെ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അങ്ങേയറ്റം അപലനീയവും അപരിഷ്കൃതവുമായ ഒരു സിവിൽ സമൂഹത്തിന് യോജിക്കാത്തതുമായ പ്രവണതയാണ് ഇതെന്ന് പറയാതിരിക്കാനേ നിവൃത്തിയില്ല. ആരെയും അറിയിക്കാത്തതിന് കാരണം മകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൃതദേഹം ആരും കാണരുത് എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുമത്രേ. നാട്ടുകാർ വിവരം അറിയുന്നത് പോലും ഈ സമാധിയായി എന്ന പോസ്റ്റർ കണ്ടിട്ടാണ്. ഇനി ഈ ഗോപിസ്വാമി സമാധി അടഞ്ഞതാണെങ്കിൽ, അദ്ദേഹം ദൈവത്തിന്റെ അടുത്തേക്ക് നടന്നു പോയതാണെങ്കിൽ, വീട്ടുകാർ ആ കർമ്മം പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ കുറഞ്ഞത് മൊബൈലെങ്കിലും റെക്കോർഡ് ചെയ്യണമായിരുന്നു. അത് സൂക്ഷിച്ച് സംശയം ഉന്നയിക്കുന്ന ജനങ്ങളെ കാണിക്കണം. അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കേണ്ട ഒരു ബാധ്യസ്ഥത ആ കുടുംബത്തിനുണ്ട്, ബാധ്യതയുണ്ട്. അത് ചെയ്യാത്തിടത്തോളം കാലം ഈ സമാധിയാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഗോപി എങ്ങനെ മരിച്ചു എന്നറിയാനുള്ള അവകാശം സർക്കാരിനുണ്ട്, പോലീസിനുമുണ്ട്. അയൽക്കാർ പറയുന്നത് അദ്ദേഹം സുഖമില്ലാതെ കിടക്കയിലായിരുന്നുവെന്ന്. പക്ഷെ മകൻ പറയുന്നത് സ്വന്തം അച്ഛൻ എഴുന്നേറ്റ് പോയി ഒരു സ്ഥലത്ത് ഇരുന്നു, അവിടെ ഇരുന്ന് സമാധിയായി എന്നാണ്. കൂടാതെ മകൻ അതിന് മുൻപ് തന്നെ കൂട്ടിച്ചേർത്തത് അദ്ദേഹം രാത്രി കഴിക്കേണ്ട മരുന്നും ഭക്ഷണവും എല്ലാം കഴിച്ചിട്ടാണ് ആ സ്ഥലത്തേക്ക് ചെന്നിരുന്നത് എന്ന്. അങ്ങനെ സമാധിയാകാൻ പോവുകയാണ് അല്ലെങ്കിൽ മരിക്കാൻ പോവുകയാണ് എന്നറിയാവുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഷുഗറിന്റെ മരുന്നും ഭക്ഷണവും ഒക്കെ കഴിച്ചുകൊണ്ട് അവിടെ ചെന്നിരിക്കണം എന്നുള്ള ചോദ്യവും ആ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ഈ വീട്ടുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ വലിയൊരു അന്ധവിശ്വാസത്തിലേക്കായിരിക്കും ഒരു സമൂഹത്തെ കൊണ്ടുപോവുക. എന്തിന്റെ പുറത്താണെങ്കിലും ഗോപിസ്വാമിക്ക് സംഭവിച്ചത് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. കല്ലറ പൊളിക്കണം, മൃതദേഹം അകത്തുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മരണകാരണം കണ്ടെത്തണം. ഈ മരണകാരണം ദുരൂഹമാണെങ്കിൽ കൃത്യമായി അന്വേഷിക്കുകയും അത് മറച്ചു വെക്കാൻ ശ്രമിച്ച, കല്ലറ കെട്ടി അടച്ചു പൂട്ടാൻ ശ്രമിച്ച മക്കളെയും ഭാര്യയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും വേണം. അവർക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കുകയും വേണം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവരെയും മാനസിക രോഗത്തിന് ചികിത്സിക്കുകയെങ്കിലും വേണം. മനോവൈകല്യവും വിദ്യാഭ്യാസക്കുറവും ദാരിദ്ര്യവും കാരണം കേരളത്തിലെ ചെറിയൊരു ശതമാനം ജനങ്ങളും ഈ മതവിശ്വാസത്തെ ഒരു വരുമാന മാർഗമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തിന്റെ പുറത്തും ഈ മന്ത്രവാദങ്ങളുടെ പുറത്തും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളത് തന്നെ വളരെ ഖേദകരമാണ്. ഇതുമാത്രമല്ല, ഈ സമാധിത്തറ പൊളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അങ്ങനെ തുടരാൻ അനുവദിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് വീട്ടിൽ ഇതുപോലെ ഭാരമായി കഴിയുന്ന പല മാതാപിതാക്കളെയും ഇങ്ങനെ മക്കൾ സമാധിയിലിരുത്തുന്നത് ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ്. സത്യത്തിൽ നിവൃത്തിയില്ലാതെ പലരും അത് ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇതൊരു സാമൂഹിക വിഷയമാണ്. ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് സത്യവാങ്മൂലം നൽകി സാമൂഹിക വിഷയത്തിൽ അഭിപ്രായം പറയുക എന്നൊരു കാലമാണ് ഇപ്പോഴുള്ളത്. ആധാർ കാർഡിന് പകരം ജാതി സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണിപ്പോൾ. ഭാരതത്തിലെ എല്ലാ നിയമങ്ങളും വർഗ രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവർക്കും ബാധകമാണ്. ആര് മരിച്ചു കഴിഞ്ഞാലും പിന്നെ അവർ ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ സംഭവത്തിൽ സമൂഹത്തിനുണ്ടായ സംശയം ദൂരീകരിക്കുക എന്നത് തന്നെ വേണം. അതേസമയം വിശ്വാസത്തെയും ആചാരത്തെയും മാനിക്കുകയും വേണം. പക്ഷേ ആ കുടുംബം ഇപ്പോൾ ഈ സാമൂഹിക ഉത്തരവാദിത്വം മറക്കുകയല്ലേ ചെയ്തത്? മറ്റ് തലങ്ങളിലുള്ള അരാജകത്വത്തിലേക്ക് പോകാൻ ഈ സാഹചര്യത്തെ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. എന്നാൽ അതിശയം തോന്നിപ്പിക്കുന്നത് ഇത്രയും ദിവസമായിട്ടും ഈ കല്ലറ പൊളിച്ചു നോക്കാത്തതിലൂടെ മനസ്സിലാകുന്നത് നാളെ മുതൽ ഇതുപോലെ തല്ലിക്കൊന്ന് സമാധിയാക്കി എന്ന് പറഞ്ഞ് കല്ലറ കെട്ടി അതിലിട്ട് മൂടിയാൽ അതിൽ പ്രശ്നം ഇല്ല എന്നല്ല ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഈ സമാധി മണ്ണുമാന്തി പുറത്തെടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പല പ്രായമായ അച്ഛനമ്മമാർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞുവെന്നേ വരില്ല. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.